നമുക്കിന്ന് സിമ്പിളായിട്ടൊരു പാൽവാഴയ്ക്ക് റെസിപ്പി ചെയ്താലോ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടി വേവിക്കാൻ വേണ്ടിയിട്ട് സെയിം കപ്പിൽ 1 കപ്പ് വെള്ളം ലേശം ഉപ്പിട്ട് തിളപ്പിക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ പൊടി അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. കുറച്ചൊന്ന് ചൂടാറിയ ശേഷം പൊടി നല്ലപോലെ കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴക്കണേ. അതെടുത്ത് ചെറിയ ഉരുളകളാക്കുക. ഇനി നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്. ഞാനിവിടെ 2 ഏത്തപ്പഴം പുഴുങ്ങിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 ഏലക്ക ചതച്ചതിടുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. പഞ്ചസാര മധുരം പോലെ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോൾ 1 ഗ്ലാസ് സാദാ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നേരത്തെ മാറ്റി വച്ചിരുന്ന ഉരുളകൾ ഇട്ട് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ച് പഴവും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അതൊന്ന് കുറുകി വരുമ്പോഴേക്കും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോഴേക്കും അത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ടാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്.